പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരള സംസ്ഥാനം ഉണ്ടായതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കേരള സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് നമ്മുടെ ആനവണ്ടി അഥവാ KSRTC. കേരള സംസ്ഥാന രൂപീകരണത്തിന് വർഷങ്ങൾക്ക് മുമ്പാണ് കോർപ്പറേഷന്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴയ സർക്കാർ നടത്തുന്ന പൊതുഗതാഗത റോഡ് സേവനങ്ങളിൽ ഒന്നായി. അന്ന് നിലവിലുണ്ടായിരുന്ന പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ നേതൃത്വത്തിലും തിരുവിതാംകൂർ സർക്കാരിന്റെ നേതൃത്വത്തിൽ KSRTCയുടെ മുൻഗാമിയായ തിരുവിതാംകൂർ സംസ്ഥാന ഗതാഗത വകുപ്പ് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇതിലും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും ഒക്കെ നേരിട്ടിരുന്നു. ഇതിനൊക്കെ ശേഷം ഒടുക്കം 1950 പ്രാബല്യത്തിൽ വന്ന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിയമത്തിന് ശേഷം 1965 മാർച്ച് 15 കേരള സർക്കാർ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സ്ഥാപിച്ചു. അതായത് നമ്മുടെ ഇപ്പോഴത്തെ KSRTC. അങ്ങനെ 1965 ഏപ്രിൽ 1 ഗതാഗത വകുപ്പ് ഒരു സ്വയംഭരണ കോർപ്പറേഷനായി മാറി. വർഷങ്ങൾക്കിപ്പുറം 2025 ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുന്ന ഈ സമയത്ത് ആനവണ്ടിയുടെ എണ്ണവും സർവീസും കൂടി. ഒരു കണക്കിന് ഇത് വളരെ നല്ലതാണ്. എന്നാൽ ചില നഗരങ്ങളിൽ തിരക്ക് വർദ്ധിക്കുന്നതിനും അപകടങ്ങൾ വർദ്ധിക്കുന്നതിനും വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതിനും ഇതൊരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരുന്നു. അത്തരത്തിൽ ഒരു പ്രശ്നത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. കോട്ടയത്തെ KSRTC ബസ് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റാൻ തയ്യാറെടുക്കുന്നു. ഇതിന്റെ കാരണങ്ങൾ എന്ത്? ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ അതോ ഇതുകൊണ്ട് ഗുണങ്ങളാണോ? എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ളതിന്റെ വിശദമായ വിവരങ്ങൾ ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് ഇൻവെസ്റ്റിഗേഷന്റെ പുതിയൊരു റിപ്പോർട്ടിലൂടെ നമുക്ക് കടന്നു പോകാം. KSRTC ബസ്സുകളുടെ നഗരത്തിലെ വട്ടം ചുറ്റൽ കാരണം ഡീസൽ ഇനത്തിൽ 53 ലക്ഷം രൂപയാണ് KSRTCക്ക് നഷ്ടമായിരിക്കുന്നത് എന്നാണ് കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ പറയുന്നത്. ഇത്തരത്തിൽ വൻ നഷ്ടം വന്നതിന്റെ പേരിൽ KSRTC സ്റ്റാൻഡ് ഇപ്പോൾ തന്നെ അവിടുന്ന് മാറ്റിക്കളയണമെന്ന കളക്ടറുടെ തീരുമാനങ്ങൾക്ക് പിന്നിൽ വമ്പൻ പ്ലാനുകളായിരിക്കുമോ എന്നും ചില അഭിപ്രായങ്ങളിൽ നിന്ന് കാണാം. താൻ സ്വയം നടത്തിയ പഠനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതിനായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് മന്ത്രിയോട് അദ്ദേഹം സംസാരിക്കുമെന്നും വ്യക്തമാക്കി. ഇപ്പോഴത്തെ ഡിപ്പോ ഇരിക്കുന്ന സ്ഥലം ഒരു വർക്ക്ഷോപ്പായി നിലനിർത്തണമെന്ന് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് പുതിയ സ്റ്റാൻഡ് കോടിമതയിലേക്ക് മാറ്റണമെന്നാണ് തീരുമാനമെന്നും അദ്ദേഹം പറയുന്നു. ഇതിനായിട്ട് പല സ്ഥലങ്ങളും നോക്കുന്നുണ്ടെന്നും ഇതിനോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്റ്റാൻഡ് മാറ്റുമ്പോൾ നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ കഞ്ഞിക്കുഴിയിലെ കുരുക്ക് മാറ്റാൻ മേൽപ്പാലം, അടിപ്പാത പോലെയുള്ള മാർഗങ്ങളും സ്വീകരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഉടൻ ചെയ്യാൻ കഴിയുന്നതായിട്ട് അദ്ദേഹം പറയുന്നത് KK റോഡിൽ കഞ്ഞിക്കുഴി കയറ്റം തുടങ്ങുമ്പോൾ ഒരു ചെറിയ റോഡ് പുതുപ്പള്ളി റോഡിലേക്ക് പോകുന്നത് ഉണ്ട്. ഇത് വീതി കൂട്ടി വാഹനങ്ങൾ ഇതുവഴി കടത്തിവിട്ടാൽ KK റോഡ്, പുതുപ്പള്ളി റോഡ് എന്നിവയിൽ ഒന്നിലെ തിരക്ക് കുറയ്ക്കാം. കൂടാതെ ഒരെണ്ണം വൺ വേ ആക്കാമെന്നും അദ്ദേഹം പറയുന്നു. ഇതൊക്കെ കളക്ടർ നേരിട്ട് പരിശോധന നടത്തി മനസ്സിലാക്കിയതാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇതിനോട് വിയോജിപ്പ് കാണിച്ച നാട്ടുകാർ പല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. കളക്ടറുടെ ഇത്തരത്തിലുള്ള തീരുമാനത്തിനോട് നാട്ടുകാർ പ്രതികരിക്കുന്നത് ഇത്തരത്തിലാണ്. KSRTC ക്യാൻറ്റീൻ ഒരു ദിവസത്തെ വാടക വരുന്നത് 8000 രൂപയാണ്. എന്നാൽ അവിടെ അങ്ങനെ ഒരു ക്യാൻറ്റീൻ ഉള്ളത് പോലും ബസ് ഇറങ്ങുന്ന ആളുകൾക്ക് മനസ്സിലാവാറില്ല. കാരണം ദീർഘദൂര ബസ്സുകൾ നിർത്തുക സ്റ്റാൻഡിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലാണ്. സ്റ്റാൻഡിനെ പറ്റി വശമില്ലാത്ത ആളുകളാണ് വരുന്നതെങ്കിൽ ഒരു ബസ് എങ്ങോട്ടേക്ക് പോവേണ്ടതാണെന്ന് മനസ്സിലാക്കാൻ കൃത്യമായ ബോർഡില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ സ്ഥലമില്ലാത്തതും ഇവിടുത്തെ വലിയ പ്രശ്നമാണ്. അത് ആവശ്യമായ രീതിയിൽ ക്രമീകരിച്ചിട്ടില്ല എന്നത് വലിയ പോരായ്മയുമാണ്. ദീർഘദൂര ബസ് സർവീസുകൾ ക്യാൻറ്റീൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് മാറ്റിയാൽ ഒരു ദിവസം 8000 രൂപ വാടക കൊടുക്കുന്ന ക്യാൻറ്റീന് ഒരു കച്ചവടവുമാവും. ഇതിൽ പ്രധാന കാരണമായി കളക്ടർ ആരോപിച്ച നഷ്ടം ഇന്ധനത്തിനാണ്. ബസ് ചുറ്റി വരുന്നത് കാരണം ഡീസലിന് ഒരു മാസം 53 ലക്ഷം രൂപയാണ് വന്നത്. ഇത് വൻ നഷ്ടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. KSRTC ചുറ്റി വരുന്നത് നിർത്തിയാൽ ജനങ്ങൾ ചുറ്റേണ്ടി വരും. സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും 2-3 മിനിറ്റ് ദൂരമാണെങ്കിലും ഓട്ടോ പൈസ 80 രൂപയാണ്. അത് രാത്രിയാവുകയാണെങ്കിൽ 100 രൂപയായി മാറും. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് കയ്യിലിരിക്കുന്നതിനെ വളർത്തിയെടുക്കാതെ വീണ്ടും നിർമ്മിക്കാനാണ് താല്പര്യം. നിലവിലുള്ള സ്റ്റാൻഡ് പുനഃക്രമീകരിച്ച് എല്ലാ രീതിയിലും ഉപയോഗപ്രദമാക്കാൻ നോക്കിയാൽ പുതിയൊരു സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന്റെ 1/4 പോലും ചിലവാവാനും പോകുന്നില്ല. സ്റ്റാൻഡിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതുമായ എല്ലാ ബസ്സും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം സ്റ്റാൻഡിലേക്ക് കയറുന്ന സമയത്തും ആദ്യം കയറിയ ബസ് മുന്നിലുള്ളപ്പോൾ വീണ്ടും അടുത്ത ബസ് കയറാൻ പോകുമ്പോൾ പകുതി ഭാഗവും റോഡിലേക്കാണ്. KSRTCക്ക് പുറകെ വരുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിക്കാണ് ഇപ്പോൾ ഇവിടുത്തെ ക്രമീകരണം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് സ്റ്റാൻഡ് ക്രമീകരിക്കുന്നത് ഗുണമായിട്ടും ദോഷമായിട്ടും ഫലിക്കുന്നുണ്ട്.